ഇപ്പോൾ ഈ മറ്റു രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ മുൻപൊന്നുമില്ലാത്ത തെരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ മുൻപ് തെരഞ്ഞെടുപ്പുകളിലൊന്നും കാണാത്ത രീതിയിൽ ഈ ഒരു മുന്നണിയിൽ നിന്ന് മറ്റൊരു മുന്നണിയിലേക്ക് അല്ലെങ്കിൽ പാർട്ടികളിൽ നിന്ന് മറ്റു പാർട്ടികളിലേക്ക് ആളുകൾ മാറുന്നത് ഒരു വലിയ ഒരു പ്രശ്നമല്ലാതായി മാറിയിരിക്കുന്നു. അത് CPM-ന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സുധാകരനെ പോലുള്ള നേതാവ് അല്ലെങ്കിൽ TK ഗോവിന്ദനെ പോലുള്ള നേതാവ് ഇങ്ങനെയുള്ള നേതാക്കൾ പോലും മാറുന്നത് അത് ഒരു അമ്പരപ്പും അത്ഭുതവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ അത്? തീർച്ചയായും അത് ഒരു പുതിയ പ്രവണതയാണ്. അത് ഞങ്ങളും പാർട്ടി എന്ന നിലക്ക് ഗൗരവമായി ചർച്ച ചെയ്യാനിരിക്കുന്ന വിഷയമാണ്. കാരണം ഇതുപോലുള്ള ആളുകൾ കേവലം സ്ഥാനമോഹികളായി ചുരുങ്ങിപ്പോകുന്നത് നമുക്കാർക്കും പ്രതീക്ഷിക്കാവുന്നതല്ല. സ്ഥാനമോഹം പാർട്ടി വിരുദ്ധ നടപടിയിലേക്ക് നീങ്ങുകയും പാർട്ടി വിരുദ്ധ ശക്തികളുടെ കയ്യിലെ കോടാലിയായി സ്വയം മാറുകയും ചെയ്യുന്ന നില അത് സാധാരണ നിലക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതല്ല. ഞങ്ങളെ പാർട്ടി പ്രവർത്തകർ ഏത് തരത്തിലുള്ള ത്യാഗം സഹിച്ചും അത് ചില ഘട്ടത്തിൽ ജീവൻ കൊടുത്തു വരെയാകാം. അങ്ങനെയുള്ള ത്യാഗത്തിന് വരെ സന്നദ്ധരായി പ്രവർത്തനത്തിന് തയ്യാറാകുന്നവരാണ്. അത്തരം ആളുകൾ ദശാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ളവർ എല്ലാ ഘട്ടത്തിലും പാർട്ടി അവരുടെ കൂടെ നിന്നിട്ടുണ്ട്, പാർട്ടിയോടൊപ്പം അവർ നിന്നിട്ടുണ്ട്. അത്തരം ആളുകൾ ഒരു നിമിഷത്തിൽ തൻ്റെ സ്ഥാനത്തെക്കുറിച്ചുള്ള ചിന്തയുടെ ഭാഗമായി പാർട്ടിയെ ഉപേക്ഷിക്കുക എന്നത് ഇക്കാലത്ത് കണ്ടുവന്ന ഒരു ദുഷ്പ്രവണതയാണ്. അത് ഗൗരവമായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ആ വ്യക്തികൾ കാണിച്ച വഞ്ചനയുടെ പ്രശ്നം മാത്രമല്ല, എന്തുകൊണ്ടാണ് അങ്ങനൊരവസ്ഥയിലേക്ക് പോകുന്നത് എന്നത് ഗൗരവമായി തന്നെ പാർട്ടി പരിശോധിക്കുന്നതായിരിക്കും. CM ഇപ്പോൾ പറഞ്ഞപ്പോൾ ജീവത്യാഗം വരെ ചെയ്തതിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ സുധാകരൻ്റെ കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുജൻ ഒരു രക്തസാക്ഷിയാണ്. അങ്ങനെ രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് വരുന്ന സുധാകരനാണ് ഇങ്ങനെ ഒരു മാറ്റം ചെയ്തത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ പാർട്ടി അമ്പരപ്പിച്ച ഒരു കാര്യമല്ലേ? അതുപോലും ഏറ്റവും അവസാനം അദ്ദേഹം അതിന് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകുകയായിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ ചെയ്തത് അദ്ദേഹത്തിന്റെ അനുജന്റെ മരണത്തെക്കുറിച്ച്. അതിന് പോലും വ്യാഖ്യാനം നടത്താൻ അദ്ദേഹം നിർബന്ധിതനായി. കാരണം പുതിയ കൂട്ടുകെട്ടിലേക്ക് പോകുമ്പോൾ അവരെ ഒരു തരത്തിലും വേദനിപ്പിക്കരുത് എന്ന് കരുതുകയാണ്. എത്ര വലിയ തകർച്ചയിലേക്കാണ് പോകുന്നത് എന്നാണ് നാം കാണേണ്ടത്. അതേവരെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ നിലയിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണ്. അതൊക്കെ ബോധപൂർവമാണ്. അപ്പോൾ അതൊക്കെ സംഭവിക്കുന്നത് ഒരു ദിവസത്തെ ആലോചനയുടെ ഭാഗമല്ല എന്നുള്ളതാണ്. അതിന് മാത്രം ഏതെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ നിരത്താനുമില്ല. തൻ്റെ സ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ പാർട്ടി അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചു എന്നോ അദ്ദേഹത്തിനെതിരെ മറ്റെന്തെങ്കിലും ന്യായരഹിതമായ നീക്കങ്ങൾ നടത്തിയെന്നോ പറയാനില്ല. 75 വയസ്സ് പ്രായപരിധി എല്ലാവർക്കും ബാധകമായ കാര്യമാണ്. അതിൻ്റെ ഭാഗമായി ഒട്ടേറെ നേതാക്കൾ സാധാരണഗതിയിൽ ഉള്ള പ്രവർത്തനത്തിൽ നിന്ന് വിരമിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ സുധാകരനും അത് ബാധകമായി എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ അവഗണിക്കപ്പെട്ടിട്ടില്ല. അവിടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ആ ജില്ലയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കേണ്ടത്. അവിടെ പ്രത്യേകമായൊരു മുറി തന്നെ ജില്ലാ കമ്മിറ്റി അദ്ദേഹത്തിന് സജ്ജമാക്കിയിരുന്നു. അവിടെ പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിരുന്നു. അവിടെ വരുന്ന എല്ലാ പരിപാടികളിലും, ഏറെക്കുറെ മുഴുവൻ പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കാൻ വേണ്ടി പാർട്ടി തന്നെ പ്രത്യേകം ക്ഷണിക്കാറുണ്ട്, പങ്കെടുപ്പിക്കാറുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിലും അവഗണിക്കുന്ന നില ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് ഈ ഒഴിഞ്ഞു നിൽക്കുന്നത് എന്തോ ഒരു വലിയ അവഗണനയാണ്, തന്നോട് കാണിച്ച അവഗണനയാണ് എന്നാണ് അദ്ദേഹത്തിന് തോന്നിയത്. അത് എല്ലാവരുടെ കാര്യത്തിലും ഉള്ള കാര്യമാണെന്ന് ഉള്ളത് അദ്ദേഹം മറന്നുപോയി. ഇപ്പോൾ ഈ ഭുവനേശ്വരൻ്റെ രക്തസാക്ഷിത്വം യുവജനങ്ങളെയാണെങ്കിലും പാർട്ടി പ്രവർത്തകരെയാണെങ്കിലും ഒക്കെ അവരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് ഏറ്റവും അവസാനം കേസ് നടത്തുന്നതിൻ്റെ കാര്യത്തിലൊന്നും പാർട്ടിയുടെ ഭാഗത്തു നിന്നൊന്നും വേണ്ടത്ര ഒരു പിന്തുണ ഉണ്ടായില്ല എന്ന് വരെ സുധാകരൻ പറയുന്നു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പരാതി ഉണ്ടാക്കത്തക്ക രീതിയിൽ? സാധാരണഗതിയിൽ ആ ഘട്ടത്തിലുള്ള കേസ് നടത്തിപ്പിനെ പറ്റി എനിക്ക് വളരെ കൃത്യമായി പറയാൻ പറ്റുന്നതല്ല. എന്നാൽ ഒരു പരാതിയും ഇതിനു മുൻപ് അതുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടില്ല. സുധാകരൻ്റെ ഭാഗത്തുനിന്നും പറയുന്നതായി കേട്ടിട്ടില്ല. ഇപ്പോഴെന്തിനാണ് അങ്ങനൊരു പ്രശ്നം ഉന്നയിച്ചത് എന്ന് ഒരു തരത്തിലും പിടികിട്ടാത്ത കാര്യമാണ്.
ഇപ്പോൾ ഈ ജി സുധാകരനെ പോലെ ടി കെ ഗോവിന്ദനെ പോലെയൊക്കെയുള്ള കേഡർ അല്ലെങ്കിൽ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കുമ്പോൾ നാളെ ഈ തൊട്ടടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ പാർട്ടിയോടൊപ്പം അടിയുറച്ച് നിൽക്കുന്നവരിൽ ആരാണ് തൊട്ട് പിറ്റേ ദിവസം അപ്പുറത്തേക്ക് പോകും എന്നുള്ള ഒരു സംശയം അല്ലെങ്കിൽ അങ്ങനെ ഒരു അവിശ്വാസം ഇത് ഈ പാർട്ടി അണികളുടെ ഇടയിൽ നേതാക്കളുടെ ഇടയിൽ ഉണ്ടാകുന്നത് പാർട്ടിക്ക് എത്രത്തോളം ദോഷമാണ്? അങ്ങനെ വരില്ല, അങ്ങനെ കാണേണ്ടതില്ല. ഇതിപ്പോൾ ഒന്നിലധികം ആളുകൾ വന്നു എന്നുള്ളതൊരു പ്രത്യേകത തന്നെയാണ്. പക്ഷേ എല്ലാ ഘട്ടത്തിലും വഞ്ചകരുണ്ടായിട്ടുണ്ട്. ആ വഞ്ചകരെ മാതൃകയാക്കി മറ്റുള്ളവർ പോയിട്ടില്ല. അവരെ തിരസ്കരിച്ചുകൊണ്ട് തന്നെ പാർട്ടിയുടെ കൂടെ പുതിയ ആളുകൾ വരികയും മാതൃകാപരമായി നിലകൊള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. പാർട്ടിയോടൊപ്പം നിൽക്കുന്നവർ ഏത് തരത്തിലുള്ള ത്യാഗവും സഹിക്കാൻ തയ്യാറായിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. എത്രയോ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നവരാണ് പാർട്ടി സഖാക്കൾ. അപ്പോൾ അതിലൊന്നും ഒരു തരത്തിലുള്ള മനഃശാഞ്ചല്യവും അവർക്കുണ്ടാകാറില്ല. നല്ല ധീരമായ നിലപാട് തന്നെ സ്വീകരിച്ച് പോകാറാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊന്നുമില്ല. എന്നാലും ഇത്തരത്തിൽ എങ്ങനെ സംഭവിച്ചു അത് ഞങ്ങൾ പരിശോധിക്കുക തന്നെ ചെയ്യും. ഇതിൻ്റെ എല്ലാം ഈ രണ്ടുപേരുടെയും കാര്യത്തിൽ ഒരു അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് മത്സരിക്കാൻ ഒരു അവസരം കിട്ടുക, ഒരു പാർലമെന്ററി വ്യാമോഹം എന്ന് പറയുന്ന കാര്യം. ഇത് പാർട്ടി എത്രയോ നാളുകളായിട്ട് തിരുത്താൻ ശ്രമിക്കുന്നത്, ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് പാർട്ടിയുടെ ശ്രമങ്ങളൊക്കെ വേണ്ടത്ര രീതിയിൽ വിജയിച്ചില്ല എന്നല്ലേ? പാർലമെന്ററി വ്യാമോഹം ഏത് തലത്തിലും വരാം. അതാണ് അതിൻ്റെ പ്രശ്നം. ഏത് തലത്തിലും അതുണ്ടാകാം. സ്ഥാനമോഹം ഉണ്ടായാൽ അതിൻ്റെ ഭാഗമായി പാർട്ടിക്കെതിരെ തിരിയുക, അതാണിവിടെ വല്ലാത്ത അവസ്ഥയുണ്ടാക്കിയിട്ടുള്ളത്. അത്തരം കാര്യങ്ങൾ അപൂർവമായിട്ടേ നടക്കാറുള്ളൂ. സ്ഥാനം മോഹിച്ചു എന്ന് വരും, അത് പാർട്ടിക്കകത്ത് തന്നെ തിരുത്തിക്കൊണ്ട് പോകുന്ന നിലയാണ് സാധാരണ സ്വീകരിക്കാറുള്ളത്. ഇവിടെ വിചിത്രമായ വാദമാണല്ലോ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ആലോചിക്കുന്ന സന്ദർഭത്തിൽ സ്ഥാനാർത്ഥിയായി തൻ്റെ പേരാരും പറഞ്ഞില്ല. ഇത്ര കാലത്തെ സേവന പാരമ്പര്യം എനിക്കുണ്ട്, എന്താണ് എനിക്കുള്ള അയോഗ്യത, എന്തുകൊണ്ട് എൻ്റെ പേരാരും പറഞ്ഞില്ല? മറ്റുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ തോന്നാത്തതിന് ഉള്ള കെറുവിൻ്റെ മേലെ പാർട്ടിയെ ഉപേക്ഷിക്കുകയും പാർട്ടിക്കെതിരെ ശത്രുക്കളുടെ കയ്യിലെ കോടാലിയായി മാറുകയും ചെയ്യേണ്ടതുണ്ടോ? അതാണിവിടെ സംഭവിച്ചിട്ടുള്ളത്.